ഇനി വാപ്പല്ലാത്ത നേരത്ത് വാപ്പാനെ പറ്റിയുണ്ട് ഒരു വർത്താനം. എടി എനിക്കൊക്കെ ഇതിനേക്കാളും വലിയ പുതിയാപ്പിള വന്നതാ, പക്ഷെ അന്നുണ്ടല്ല തലയും പാലും ഇല്ലാത്ത കാലത്ത് ഞാൻ സമ്മതിച്ചതാ മൂപ്പരപ്പം പോന്നത്. എൻ്റെ ഗതികേട് ആരോടത് പറയണമെന്നറിയോ? സ്വന്തം മക്കളോട്. വാപ്പക്കും ഉമ്മക്കും മക്കളുടെ മുമ്പിലുള്ള സ്ഥാനം എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 1 1.5 മക്കളും ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളു കുടുംബത്തില്. 2 മക്കളെന്നൊക്കെ തികച്ചുള്ള കുടുംബങ്ങൾ കുറവാ. 1.5 കുട്ടി എന്നൊക്കെ പറയാ. മൂത്ത കുട്ടി +2 പഠിക്കുന്നു, രണ്ടാമത്തെ കുട്ടി LKG പഠിക്കുന്നു. അപ്പൊ ഇതിനെ 1 2 എന്ന് പറയാൻ പറ്റുമോ അതോ 1.5 എന്നാണോ പറയാ? എൻ്റെ വല്യമ്മക്ക് 11 മക്കള്, 13 ഉണ്ടായിരുന്നു, 2 പോയി. 11 മക്കളുണ്ടായിരുന്നു. ഈ 11ത്തിനെയും പ്രസവിച്ചതാണ്, സിസേറിയനല്ല. 11 മക്കളെയും പ്രസവിച്ചതാണ്. അപ്പൊ വല്യമ്മയുടെ ഒരു കുടുംബ ആധിപത്യമുണ്ട്. വല്യമ്മയാണ് ആ കുടുംബത്തിലെ കാരണവര്. വല്യപ്പ കുടുംബത്തിലുണ്ടെങ്കിൽ പോലും മക്കളെയൊക്കെ കൂട്ടിച്ചേർക്കുന്നതും മക്കൾക്ക് വേണ്ടതൊക്കെ ഒരുക്കുന്നതൊക്കെ വല്യമ്മയായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 20-23 വയസ്സ് വരെ ഞാൻ എൻ്റെ വല്യമ്മയെ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എൻ്റെ മാതൃക വനിത എന്ന് പറയുന്നത് ഒരു സംശയമില്ല എൻ്റെ വല്യമ്മയാണ്. എന്തെങ്കിലും ഒരു കുടുംബത്തിനകത്ത്, അന്നത്തെ കുടുംബത്തിൻ്റെയൊക്കെ ഭദ്രത നിങ്ങൾക്കറിയാലോ, കിട്ടുന്നത് എന്ത് തന്നെയായാലും ഒരു പാത്രത്തിലാണ് കിട്ടുന്നതെങ്കിൽ അത് തൻ്റെ കെട്ടിയോനോ ഒരു ഓഹരിയും ബാക്കി 11 മക്കൾക്കും മറ്റൊരു ഓഹരിയുമാക്കി വെക്കാൻ വല്യമ്മക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വീട്ടില് ഞാൻ ഈ പറഞ്ഞ 2 മക്കളാണെങ്കിൽ പോലും ഈ 2 മക്കൾക്കിടയിൽ പോലും നമുക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നു. പണത്തിലും പ്രതാപത്തിലും നമ്മളൊക്കെ ഒരുപാട് വളർന്നു. എന്നാൽ പോലും നമ്മുടെ മക്കള് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അസംതൃപ്തരാ. ഇവിടെ കാരണവന്മാർ പറഞ്ഞു 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ കുടുംബ ബന്ധം അല്ലെങ്കിൽ ഈ കുടുംബങ്ങള് ഏറ്റവും കാലികമായ ഒരുപാട് ഭീഷണിയെ നേരിടുന്നുണ്ട്. 1, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നു. 2, മക്കൾക്ക് സ്നേഹം പങ്കിടുന്നതിൽ നമുക്ക് പരാജയപ്പെടുന്നു. 3, മക്കൾ ലഹരി പോലുള്ള തിന്മകളിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് തടയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. 4, ഈ കുടുംബത്തിൻ്റെ ഒരു ആഭിജാത്യമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് അല്ലേ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകൾ തേടിപ്പോകുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാലമാണെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ സംഗമത്തിൽ സംസാരിക്കാൻ പോയ സമയത്ത് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ കേൾക്കണേ, ഉമ്മമാരോടാ പറയുന്നത്. ഇത് സിയാങ്കണ്ടത്ത് അല്ലെങ്കിൽ ഈ പൊളിക്കൽ ഭാഗത്തുള്ള നമ്മുടെ ഒന്നും കുടുംബത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതൊന്നും അത്ര സധൈര്യം പറയാൻ ഇവിടെയുള്ള ഒരു രക്ഷിതാവിനും സാധ്യമല്ല ഇന്നത്തെ കാലത്ത്. അവിടെ കണ്ടൊരു കാഴ്ച, അവിടെ പെൺകുട്ടികൾ, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിവാഹത്തിനോട് വിമുഖത കാണിക്കുന്നു, കല്യാണം വേണ്ടാന്ന് പറയുന്നു. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്? എന്തുകൊണ്ട്? ഇത് നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ പോലും പറയുന്നു കല്യാണം വേണ്ടിക്ക. എന്താ കാരണം? എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നു. നമ്മൾ അതിന് പറയുന്ന ഇസ്ലാമിക വശങ്ങളൊന്നും അവർക്ക് സ്വീകാര്യമല്ല. ഞാൻ ഇത്ര പഠിച്ചിട്ടുണ്ട്, എൻ്റെ പഠിപ്പിനൊത്ത എൻ്റെ പഠനത്തിനെ മാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പുതിയാപ്പിളയെ എനിക്ക് കിട്ടുമോ? എനിക്ക് വരുമാനമുണ്ട്. പെൺകുട്ടികൾ പറയുകയാണ്, ഞാൻ IT പ്രൊഫഷനില്, ഞാനൊരു ടെക്കിയാണ്. ടെക്കി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെക്നോളജി അറിയാം, അതുകൊണ്ട്
മാസത്തിൽ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്. ഞാൻ ഈ വരുമാനം എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ കെട്ടിയോൻ്റെ ഉമ്മനെ സഹിക്കുന്നത്, നാത്തൂമാരെ സഹിക്കുന്നത്? അല്ലേ? ഇതൊക്കെ ചോദിക്കുന്നു പെൺകുട്ടികൾ ഇന്ന്. ആലോചിച്ചു നോക്കുക. പിന്നെ ഒരു കുടുംബം വേണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് കല്യാണം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന സംവിധാനത്തിന് പുറത്തും സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അല്ലേ? ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പോകുന്നത് ലിവിങ് ടുഗദർ ആണ്. ലിവിങ് ടുഗദർ. ഇതിൽ മുസ്ലിം കുട്ടികൾ ഉണ്ടാവുമോ? വളരെ വലിയൊരു ശതമാനം മുസ്ലിം കുട്ടികളും ഇന്ന് ലിവിങ് ടുഗദറിലേക്ക് പോകുന്നു. ഒരുമിച്ച് ജീവിക്കുക, മടുക്കുമ്പോൾ എണീറ്റ് പോവുക. ഒരുമിച്ച് ജീവിക്കുക. എപ്പോഴാണ് നമുക്ക് പരസ്പരം മടുക്കുന്നത് അന്ന് നമുക്കിത് നിർത്തിപ്പോവുക. കയ്യിലൊരു ട്രോഫിയോ വല്ലതും കിട്ടുകയാണെങ്കിൽ അതിനെയും കൊണ്ട് പിന്നീട് ജീവിക്കുക. ഈ ഒരു അവസ്ഥയിൽ ഇന്ന് കുട്ടികൾ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ എവിടെയാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്? കുടുംബത്തില്, വീട്ടില് നമ്മൾ അതിന് വേണ്ട ശിക്ഷണം കൊടുത്തില്ല. വിദ്യാഭ്യാസം കൊടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട മറ്റൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ പവിത്രത നമ്മൾ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് നമ്മൾ ചെയ്യാതെ പോയത് കൊണ്ടാണ്. ഉമ്മാർക്കും ഉപ്പമാർക്കും ഇന്ന് മക്കളുടെ മുന്നിലിരിക്കാൻ സമയമില്ലല്ലോ. ഉണ്ടോ? ഈ പുതിയ തലമുറയിലെ, പഴയ തലമുറയല്ല, ഇന്ന് നമ്മളൊക്കെ തന്നെ, ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നോടും എൻ്റെ കുടുംബത്തിനോടും പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഇന്ന് നമുക്ക് മക്കളുടെ മുമ്പാകെ ചെലവഴിക്കാൻ സമയമുണ്ടോ എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഒരു സമയമുണ്ടോ എൻ്റെ മക്കളുടെ മുമ്പാകെ ചെലവഴിക്കാൻ? ഇല്ല. ഇന്ന് നമ്മളെ മക്കളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പണ്ട് അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നുമില്ല. പാപ്പയും മക്കളും ഏട്ടനും അനിയനും എളാപ്പയും എളാമ്മയും അമ്മായിയും ഒക്കെ ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടുകുടുംബ സ്ഥിതി ഉണ്ടായിരുന്നു. ഒരുപാട് പോരായ്മകൾ അതിനുണ്ടായിരിക്കും, എന്നാലും ചില നന്മകൾ ഉണ്ടായിരുന്നു അതിന്. എന്തായിരുന്നു എന്നറിയോ? ഞാൻ എൻ്റെ കുട്ടിയെ നോക്കിയിട്ടില്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ വളർച്ചയിൽ എൻ്റെ സഹോദരങ്ങൾക്കും പങ്കുണ്ടായിരുന്നു, അല്ലേ? എൻ്റെ വാപ്പാക്ക് മാത്രമല്ല എൻ്റെ കുട്ടിയുടെ വളർച്ചയിൽ, എൻ്റെ എളാപ്പാർക്കും മൂത്താപ്പാർക്കും എളാമ്മമാർക്കും ഒക്കെ തന്നെ എൻ്റെ മക്കളുടെ വളർച്ചയിൽ പങ്കുണ്ടായിരുന്നു. ഇന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വീടെടുത്ത് മാറിയവരാ നമ്മള്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വീടെടുത്ത് പോയവരാ. എന്തേ? പ്രൈവസി വേണം. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും പിന്നീട് തറവാട്ട് താമസിക്കാൻ പറ്റൂല, പിന്നെ അവൻ വീടെടുത്തു പോകുന്നു, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അവർക്കുണ്ടാകുന്ന മക്കളെ തിരുത്താന്, നേർവഴിക്ക് നടത്താൻ ഇന്ന് അവര് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആകെ ഞാൻ പറഞ്ഞ പോലെ 1-2 മക്കളേ ഉള്ളൂ. ഇവരെ നോക്കാൻ കഴിയില്ല നമുക്ക്. കാരണം നമ്മൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന പുതിയ കാലഘട്ടം. രാവിലെ ആയാൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. മക്കൾ എന്ത് ചെയ്യും? മക്കൾ ഒന്നുകിൽ വീട്ടില് ഏതെങ്കിലും ആയമാരുടെ കീഴില്, അല്ലെങ്കിൽ TV-ക്ക് മുമ്പില്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ മുമ്പിലാണ് കൊച്ചുകുട്ടികൾ പോലും. അങ്ങനെയല്ലേ ഉള്ളത്? ഈ ഇരിക്കുന്ന സദസ്സിൽ ഇന്ന് ഉച്ചക്ക് നിങ്ങൾ കാണുന്ന ഏറ്റവും രസകരമായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇന്ന് ഉച്ചക്ക് ഈ പന്തലിൽ കാണുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച എന്തായിരിക്കും എന്നറിയോ? ഈ ഉമ്മമാര് കുട്ടികൾക്ക്, കൈക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാം. എങ്ങനെയായിരിക്കും അത് കൊടുക്കുക? ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഫോണും കൊടുക്കും, മൊബൈൽ ഫോണ്. കുട്ടി ആ മൊബൈൽ ഫോണും നോക്കിയിരിക്കുമ്പോഴേ ആ കുട്ടി അറിയാതെയാണ് അവനെ തീറ്റിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു കാരണമുണ്ട്, കുട്ടി തിന്നൂല ഇല്ലെങ്കിൽ, ഫോണില്ലെങ്കിൽ എന്നാ. ഇതൊരു ക്രെഡിറ്റിലായിട്ടാ പറയാ, അല്ലേ? പണ്ട് ഉമ്മാന്റെ ഒക്കത്തിരുന്ന് ഉമ്മ ഒരു കയ്യിൽ ഒരു ചോറ്റുപാത്രം എടുത്ത് അതിനകത്ത് ഇത്തിരി വെന്ത ചോറിട്ട് അതിൽ വെന്ത വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പപ്പടം പൊടിച്ച് അതങ്ങനെ ചുരുട്ടിയിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നിരുന്നവരുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഒരു കറിയില്ല. എന്നിട്ട് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. രാത്രിയാണെങ്കിൽ അമ്പിളിമാമനെ കാണിച്ചു തരും, മോനെ തിന്നോ, അമ്പിളിമാമ ഇല്ലെങ്കിൽ വന്ന് തിന്നും.
നമ്മൾ വയറ് നിറച്ച് കഴിക്കും. അല്ലെങ്കിൽ ഉമ്മ പാട്ട് പാടിത്തരും. ഏതെങ്കിലും പാട്ടുകൾ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ മദ്രസയിൽ പോകുന്നതിന് മുമ്പ് അല്ലേ നമ്മൾ പഠിച്ച നല്ല പാട്ടുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാട്ട് പഠിച്ചത് മദ്രസയിൽ നിന്നല്ല, ഉമ്മാന്റെ ഒക്കത്തിരിക്കുമ്പോഴാ, അല്ലെങ്കിൽ തൊട്ടിലി കിടക്കുമ്പോഴാ അമ്മ പാടിത്തന്ന പാട്ടുകളാ. ഇന്ന് ഇത് പാടിക്കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ പെണ്ണില്ല. ഇന്ന് അങ്ങനെ പാടിക്കൊടുക്കാമെന്ന ഒറ്റ പെണ്ണുണ്ടോ? ഇല്ല. ഇന്ന് മടിയിൽ കടന്നിട്ട് മടിയിൽ ഇരുത്തിയിട്ട് ചോറ് വിളമ്പി കൊടുക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊരു സദസ്സ് ചോദിച്ചേ, എന്തേ മക്കൾക്ക് മടിയിൽ കിടത്തി ചോറ് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞ മറുപടിയാണ്, മാഷ നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നുമല്ല, 5000 ഉറുപ്പ്യൻ്റെ സാരി അത്. ഈ സാരിയിൽ 2 വട്ടം കുട്ടിക്ക് ചോറ് കൊടുത്താൽ പിന്നെ ഈ സാരി പിന്നെ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് കഴിക്കട്ടെ. തിന്നണേക്കാളും കൂടുതൽ പുറത്തായിരിക്കും. മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ, മുലപ്പാല് കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു തലമുറയിലാണ് നമ്മളൊക്കെ. പലപ്പോഴും 1 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് മുലപ്പാല് കൊടുക്കുന്നത് നിർത്തുന്ന ഉമ്മമാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. ഈ കൊല്ലോളി കുടുംബത്തിൽ എല്ലാവരും മുല കൊടുക്കലുണ്ട് എന്നാ കേട്ടത് കേട്ടോ. അത് ഞാൻ അവിടെ നിന്നാണ് മനസ്സിലായത്, ഇവിടെ എല്ലാവരും മുല കൊടുക്കലുണ്ട് എന്നുള്ളത്. പക്ഷേ മറ്റുള്ള ഇവിടെ അല്ലാത്തവരൊക്കെ മോശമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയില്ലാതെ എനിക്ക് മാർഗമില്ല. മുലപ്പാല് കൊടുക്കാൻ ഇന്ന് എന്താ പറയുക, എൻ്റെ കുട്ടിക്ക് അതൊക്കെ പറ്റൂല, എൻ്റെ കുട്ടിക്ക് കുപ്പിപ്പാല് കൊടുത്താലേ ശരിയാവുള്ളൂ എന്നാ. ഇതൊക്കെ എന്നോട് പറയാറുണ്ട്. കാരണം കുടുംബ സംഗമങ്ങളിൽ ഞാൻ ഒരുപാട് പങ്കെടുക്കുന്നതുകൊണ്ട് പല ഉമ്മമാരും എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യമാണ്, കുട്ടിക്ക് കുപ്പിപ്പാല് കിട്ടിയാലേ ഒരു സുഖമാവുള്ളൂ എന്നാ. അത് ഉമ്മാക്ക് മുലപ്പാല് കൊടുക്കാനുള്ള മടിയിൽ നിന്നുണ്ടാകുന്നതാ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത്ര പ്രായത്തിൽ ഈ ചെറുപ്പത്തിൽ തന്നെ കുപ്പിപ്പാല് കൊടുത്താൽ വലുതായാൽ ഈ മക്കളാരും കുപ്പി വിടൂലട്ടാ. മക്കൾക്ക് വലുതായാലും കുപ്പി ഏതെങ്കിലും നേരം ആകുമ്പോഴേക്കും ഒരു കുപ്പി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥത കിട്ടൂല. അതുകൊണ്ട് 2-2.5 വയസ്സ് വരെ പണ്ടൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാ. നിങ്ങളുടെ ഔദാര്യമല്ലത്, ഉമ്മമാരുടെ ഔദാര്യമല്ല മുലപ്പാൽ എന്ന് പറയുന്നത്, മക്കളുടെ അവകാശമാണ്. അത് കൃത്യമായിട്ട് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ അസുഖം പേര് പറഞ്ഞിട്ട് അല്ലേ സൗന്ദര്യം പോകുന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. മുലപ്പാല് കൊടുത്തിട്ട് സൗന്ദര്യം പോയ ലോകത്ത് ഒരേ ഒരു പെണ്ണ് ആരായിരിക്കും? അതാത് നിർത്തണ പെണ്ണ് മാത്രമായിരിക്കും. അല്ലാതെ ഒരാൾക്കും സൗന്ദര്യം പോവില്ല. തൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവകാശപ്പെട്ടത് ചെറുപ്പത്തിൽ നിഷേധിക്കുക. ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പൊക്കെ വരുന്നത് കുടുംബത്തിലെ നാഥയായ പെണ്ണിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. ആണിന് റോളുണ്ട് കേട്ടോ, അത് പറയാം. ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കാണുന്നോണ്ടാ പറയുന്നത്. പെണ്ണെന്നെയാണ് വീടിന്റെ എന്താണ് പൊൻവിളക്ക് അല്ലേ. വീടിനു പൊന്മണി വിളക്കു നീ, വീടിനു പൊന്മണി വിളക്കു നീ, തറവാടിനു നിധി നീ കുടുംബിനി, വീടിനു പൊന്മണി വിളക്കു നീ, തറവാടിനു നിധി നീ കുടുംബിനി. സത്യമല്ലേ ഇത്? വീടിന്റെ പൊന്മണി എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങൾ വിചാരിച്ചാല് ഒരു കുടുംബത്തിനെ നേർവഴിക്ക് നടത്താൻ പറ്റൂ എന്നുള്ളതാണ്. വേറൊരു പാട്ടുണ്ട്. എന്താണ്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. കേട്ടുണ്ടോ പാട്ട് നിങ്ങള്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ നിൻവിരൽ തുമ്പിനാൽ
പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഞാൻ സദസ്സിനോട് ചോദിച്ചു, ആരാണ് ഈ പാട്ട് എഴുതിയെന്ന് അറിയുമെന്ന് ചോദിച്ചു. ആരാണ് ഈ പാട്ട് എഴുതിയെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കാരണവർ എണീറ്റെന്ന് പറഞ്ഞു, ആരാ എഴുതിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആരോ പെണ്ണിട്ടാത്ത ആരോ എഴുതിയ പാട്ടായി പാട്ടെന്ന്. സത്യമാണോ അത്? വീടിന് പൊന്മണി വിളക്ക് നീ, തറവാടിനു നിധി നീ, കുടുംബിനി, അല്ലേ? അതേപോലെ തന്നെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. രാത്രിയിൽ ഒരു 10 മണി 11 മണി നേരത്ത് കടയൊക്കെ അടച്ച് തൻ്റെ പണിയൊക്കെ തീർത്ത് പുതിയാപ്പിള വീട്ടിലേക്ക് ഇങ്ങനെ വരിക. പുതിയാപ്പിള വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൻ്റെ സ്വന്തം വീടിൻ്റെ വാതില് ബെല്ലടിക്കുക. അപ്പോഴൊരു വാതില് തുറക്കല്. സ്വന്തം പെണ്ണ്, സ്വന്തം ഭാര്യ വന്നിട്ട് ആ വാതില് തുറക്കുക. അതാണ് പൂമുഖ വാതിൽക്കൽ, അല്ലേ? എങ്ങനെയാണ് ചൂലുമായി നിൽക്കുന്ന? അങ്ങനെയാണോ? അങ്ങനെ ആരോ പാടിയിട്ടുണ്ടത്. എങ്ങനെ ഉണ്ടായിരിക്കും ആ 11 മണി നേരത്ത് പെണ്ണിനെ കാണൽ? എങ്ങനെയായിരിക്കും? ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്, അല്ല ചുരിദാറല്ല, ഒരു മാക്സി ഇട്ടിട്ടുണ്ടാവും പെണ്ണ്. ആ മാക്സിയിൽ രാവിലെ മുതൽ രാത്രി വരെ കഴിച്ച എല്ലാ ചാറും കറിയും കൂട്ടാനും ഒക്കെ തന്നെ ആ പിന്നെ മാക്സിയിലുണ്ടാവും. ഇതും വെച്ചിട്ട് ആ വാതിൽ തുറക്കുക. ഇയാൾ കണി കാണൽ എങ്ങനെയാണ്? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തും. ഇങ്ങനെയാണോ ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത്? ഇങ്ങനെയാണോ ഭർത്താവിനെ സ്വീകരിക്കേണ്ടത്? നമ്മളായതുകൊണ്ട് ഞാൻ പിന്നെ ആ വീട്ടിൽ തന്നെ കയറി വരുന്നത്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ വാതിൽ മുട്ടാനാണ് നമുക്ക് തോന്നുക. കാരണം ഏറ്റവും സന്തോഷവതിയായിരിക്കേണ്ടത് ഭാര്യ ആരുടെ മുമ്പിലാണ്? ഒരു സംശയവും വേണ്ട, മക്കളുടെ മുമ്പിനേക്കാളേറെ ഭർത്താവിൻ്റെ മുമ്പിലായിരിക്കണം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന നേരത്ത് കുളിച്ചൊരുങ്ങി, ഏത് പ്രായത്തിലും കുളിച്ചൊരുങ്ങി വൃത്തിയായി ഒരു ചിരിയോടുകൂടെ പുഞ്ചിരിയോടുകൂടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? ഇന്ന് രാത്രി കൊല്ലോളി കുടുംബത്തിൽ അങ്ങനത്തെ പെണ്ണുങ്ങളെ കാണാം, ഒരു സംശയവും വേണ്ട, ഉണ്ടാവും. ഒരു 2ാം മധുവിധി ഇന്ന് തുടങ്ങും, അതിലും സംശയമില്ല. ഇത് തന്നെയാണ് കുടുംബത്തിലെ. ഹലോ, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോ ഇമ്പമുണ്ടാകുന്നത് എന്ന് ഇവിടെ നേരത്തെ MLA പറഞ്ഞു. ഇത് പലതും കൂടുമ്പം ഭൂകമ്പം ഉണ്ടാവുക. പല കുടുംബത്തിലും കൂടുമ്പോ ഭൂകമ്പം ഉണ്ടാവുക. ഭാര്യയും മക്കളും ഭർത്താവും തമ്മിലുള്ള അത്രയുള്ള കെമിസ്ട്രി അങ്ങനെയാ. കുടുംബത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഇത് തിരുത്താൻ അതിനൊക്കെ തന്നെയാണ് ഈ സംഗമങ്ങൾ എന്ന് പറയുന്നത്. മനോഹരമായ രമ്യഹർമ്മം പോലുള്ള, കൊട്ടാരം പോലുള്ള വീടൊരുക്കിയിട്ടില്ലേ നമ്മളൊക്കെ? ഞാൻ പല കൊല്ലോളിക്കാരുടെയും ചില വീടൊക്കെ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോ MA യൂസുഫ് അലിൻ്റെ വീടാണോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അത്രയും വലിയ വീടൊക്കെ ഉള്ള കൊല്ലോളിക്കാരൊക്കെ ഉണ്ട്. ഒന്നും മോശമല്ല, പക്ഷേ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. മലയാളത്തിൽ ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ആ എന്നുള്ളത് അമ്മയാണെങ്കിൽ, ആ എന്നുള്ളത് അമ്മയാണെങ്കിൽ ആ എന്ന് നീട്ടിയാൽ അത് വീടാവണം. കേട്ടിട്ടുണ്ടോ അത്? ആ എന്നുള്ളത് അമ്മയാണെങ്കിൽ ആ എന്നുള്ളതെന്ന് നീട്ടിയാൽ അത് വീടാവണം. എന്താണ് അങ്ങനെ ആ എന്ന് പറയുന്ന കാര്യം? വീട്ടിനകത്ത് വീടിനൊരു സ്വീകരണ മുറിയുണ്ട്. നമ്മുടെയൊക്കെ വീടിന് ഒരു സ്വീകരണ മുറിയുണ്ട്. ആ സ്വീകരണ മുറി നമുക്ക് എന്ത് നൽകണം എന്നുള്ളതാണ്. വീട്ടിലേക്ക് കയറി വരുന്ന മുറിയാണ് സ്വീകരണ മുറി. പലയിടത്തു നിന്നും ജോലിയും എല്ലാ തിരക്കും കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ നമ്മൾ പറയുന്ന കോലായ, നമ്മളെ പഴയ വീടുകൾക്കൊക്കെ കോലായ ഉണ്ട്. ആ കോലായിലേക്കാണ് കയറുമ്പം ഞാൻ പറഞ്ഞ ആ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവിടെ നമുക്ക് ആഹ്ലാദം കിട്ടണം. നമ്മുടെ വീടിന്റെ കോലായിലേക്ക് കയറുമ്പോൾ നമുക്ക് ആഹ്ലാദം തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾക്ക് അവിടെ എന്ത് കാര്യം? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടിക്ക് കയറുമ്പോ ആ വീടിന്റെ കോലായിലേക്ക് കാല് വെക്കുമ്പോ ആ എന്ന് പറയുന്ന ആഹ്ലാദം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാ. അവര് മറ്റു സൗകര്യങ്ങള്, മറ്റ് ആഹ്ലാദകരമായ കേന്ദ്രങ്ങൾ തേടിപ്പോവും. അതുകൊണ്ട് വീട്ടിന്റെ സ്വീകരണ മുറി നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ആഹ്ലാദം നൽകണം.
യെസ്. രണ്ടാമത്തത്, വീട്ടിനകത്ത്, നമ്മുടെയൊക്കെ വീട്ടിനകത്ത് ഒരു വായനാമുറിയുണ്ട്. ഒരു വായനാമുറിയുണ്ട്. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ഒരു മുറിയുണ്ട് നമ്മുടെ വീട്ടിനകത്തൊക്കെ. ആ മുറി എന്ത് തരണം നമ്മുടെ മക്കൾക്ക്? ആ മുറിയിൽ നിന്ന് മക്കൾക്ക് ആത്മവിശ്വാസം കിട്ടണം. ആ മുറിയിൽ നിന്ന്, കുട്ടികൾ വായിക്കുന്ന മുറിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത് വീണ്ടും എന്ന് പറയുന്ന ഒരു സാധനമാണ്. ആത്മവിശ്വാസം കിട്ടണം. കിട്ടുമോ നമ്മുടെ വീട്ടിലൊക്കെ ഈ വായനാ മുറിയിൽ നിന്ന്? അവിടെ തന്നെയല്ലേ നമ്മൾ TV കൊണ്ടുവച്ചത്? അവിടെ തന്നെയല്ലേ നമ്മുടെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും വെച്ചത്? അവിടുന്ന് എങ്ങനെയാണ് കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക? രാവിലെ തുറക്കുന്ന അല്ലെങ്കിൽ രാത്രിയിൽ തുറക്കുന്ന TV-ക്കകത്തൂടെ വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാ? ഇതല്ലേ നമ്മളെ മക്കള് കാണുക. ഞാനിപ്പോ ഈ 10ാം ക്ലാസ് പരീക്ഷ അടുത്ത സമയമാണല്ലോ. എൻ്റെ സ്കൂളില് ഞാനൊരു PTA പ്രസിഡന്റായ എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോ അവിടുത്തെ ഉമ്മ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഉമ്മ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. കുട്ടി തൊട്ടപ്പുറത്തിരുന്ന് വായിക്കുന്നുണ്ട്. ഞാൻ ആ അമ്മനോട് ചോദിച്ചു, അല്ല മക്കളും നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ സീരിയൽ കാണൂലും മക്കൾ വായിക്കലും ഒരു സ്ഥലത്താണല്ലോ. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇല്ല, ഞാൻ കാണുന്ന നേരത്ത് കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കൂല എന്നാ, കുട്ടികൾ വായിച്ചോളുന്നാ. കുട്ടികളെ കസാരന്റെ രീതി നിങ്ങൾക്ക് അറിയോ? ബാർബർ ഷാപ്പിലെ കസാര മാതിരിയാ. സീരിയലാണ് തുടങ്ങിയ കുട്ടികളെ കസാര, ബാർബർ ഷാപ്പിലെ കസാര മാതിരി ഇങ്ങോട്ട് തിരിയും. പിന്നെ TV പൂട്ടുന്ന നേരത്തെ മക്കൾ വായനയിലേക്ക് പോവുള്ളൂ. അവിടെ ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ വീട്ടിലെ വായനാമുറി മക്കൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയണം. മൂന്നാമത്തെ ഒരു മുറിയുണ്ട് വീട്ടില്. അത് വീട്ടിലെ പ്രാർത്ഥനാ മുറികളാണ്. നമ്മൾ നിസ്കരിക്കുന്ന മുറിയാ. എത്ര വലിയ വീട് കെട്ടിയിട്ട് ഒരുപാട് അതിഥികൾ വന്നാൽ താമസിക്കാനുള്ള വീടുണ്ട്, അവിടെ ഇരിക്കാൻ ഇവിടെ ഇരിക്കാൻ ഒക്കെ കെട്ടി നമ്മള് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു മുറി കെട്ടിയിട്ടില്ല. ഒരു മുറിയില്ല നമുക്ക്. അതാ മൂലക്കൽ എവിടെയും പോയി ഇരുന്നിട്ട് കടന്ന് അല്ലെങ്കിൽ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യ പോരാ. ഒരു പ്രാർത്ഥനാ മുറി വേണം. ആ പ്രാർത്ഥനാ മുറിയിൽ വീണ്ടും ആത്മീയത നിറക്കാൻ പറ്റണം. മക്കൾ വായനക്ക് മുമ്പായിട്ട് ഇത്തിരി നേരം ഒരു പേജെങ്കിലും ഖുർആൻ ഓതട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മീയ വിഷയങ്ങളെങ്കിലും പഠിക്കട്ടെ. ആത്മീയത നിറക്കാൻ പറ്റണം. ഇന്നത്തെ തലമുറയില് ഏറ്റവും കൂടുതൽ മദ്രസയിൽ പോയിട്ടുണ്ടോ അവൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വഴിയെറ്റി പോണൊരു കോല. കാരണം അവൻ അത് വേഗം ഉപേക്ഷിക്കുന്നു. അവന് ഭൗതികമായ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് അവന്റെ ചിന്ത മുഴുവൻ പോകുന്നത്. കാരണം വീട്ടിനകത്ത് നിന്ന് അവൻ ആത്മീയത ഒട്ടും കിട്ടുന്നില്ല. പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് 8 മണിക്കൊക്കെ, രാവിലെ 8 മണിക്കൊക്കെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടക്കുക. അതുകൊണ്ട് മദ്രസയിലേക്ക് ആളില്ല. എന്നാൽ സ്കൂളുകളിൽ വേണ്ടത്ര ഈ പഠനം കിട്ടുന്നുമില്ല. വീടുകളിൽ നിന്നാണ് ആത്മീയ ജ്ഞാനം നമുക്കിനി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നടക്കില്ല. അപ്പൊ വീടുകളിൽ നിന്നുള്ള ആത്മീയത കിട്ടണം. വീട്ടിലെ ഞാൻ മൂന്നാമത്തെ മുറി പറഞ്ഞു, പ്രാർത്ഥനാ മുറി. അത് ആത്മീയത കിട്ടണം. അപ്പൊ സ്വീകരണ മുറിയിൽ ആഹ്ലാദവും, വായനാമുറിയിൽ ആത്മവിശ്വാസവും, പ്രാർത്ഥനാ മുറിയിൽ ആത്മീയതയും കിട്ടണം. ഇനി നമുക്ക് ഒരു അടുക്കളയുണ്ട് വീടിന്. നമ്മുടെ വീടിന് ഉണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ വീട്ടിൽ അടുക്കളയുണ്ട്. ഇന്ന് വലിയൊരു സമാധാനമുള്ള ദിവസമാണ്. ഇന്ന് അടുക്കള പുകക്കണ്ട. അടുക്കളയിൽ ഇന്ന് ഒരു പണിയില്ല. ഇന്ന് ഇവിടെ തന്നെ, എനിക്ക് തോന്നുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പലർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ്, അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം ഇവിടെ തന്നെയാണ്. നമ്മുടെ വീടിന്റെ അടുക്കള നമുക്ക് ആരോഗ്യം തരണം. അതിന് അടുക്കള ഏറ്റവും സൗകര്യമുള്ള അടുക്കള. പണ്ട് നമ്മുടെയൊക്കെ വല്യമ്മമാര് ഉപയോഗിച്ചിരുന്ന അടുക്കള ഇവിടുത്തെ ഒറ്റ കുട്ടിക്കും ഓർമ്മയില്ല, ഒരു കുട്ടിക്കും അറിയില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ഒരു കുട്ടികൾക്കും അറിയില്ല പണ്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു അടുക്കളുടെ ചിത്രം. അത് ഇരുന്നു കൊണ്ടാ പണിയെടുക്കുക. നിലത്ത് ഇരുന്നു കൊണ്ട്, അല്ലേ, മുട്ടുംകാലിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി ഇരുന്നു കൊണ്ടാണ് അടുപ്പ് തീ കൂട്ടുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ആ അടുപ്പിന്റെ വക്കത്തുനിന്ന് എണീറ്റ് പോവുക, എണീക്കുക, വിറക് കത്തിക്കുക, വിറക് കീറുക. അന്നത്തെ പെണ്ണുങ്ങൾക്ക് ഊരൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഇന്ന് 30-35 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഊരല്ല, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഊരല്ല. എന്ത്? ഇന്നൊക്കെ തന്നെ അത്യാധുനിക കിച്ചണാണ്, യൂറോപ്യൻ മോഡൽ എന്നാണ്. യൂറോപ്യൻ മോഡൽ കിച്ചണുകളാണ് നമ്മുടെ. എന്നിട്ട് ആ കിച്ചണിൽ വല്ലതും ഉണ്ടാക്കുമോ? ഇല്ല. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ മൂപ്പർക്കൊരു വിളിയാ, നിങ്ങൾ വരുമ്പോൾ 4 ബ്രോസ്റ്റ് കൊണ്ടുവന്നോളിട്ടോ, അല്ലെങ്കിൽ 2 മന്തി വാങ്ങിക്കൊണ്ടുവന്നോളി, കഴിഞ്ഞ്. ഈ അടുക്കളയൊക്കെ ഉണ്ടായിട്ടും, ഇങ്ങനെയൊക്കെ സൗകര്യമുള്ള അടുക്കള ഉണ്ടായിട്ടും അവിടെയൊന്നും നമുക്ക് പാചകം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴും നമുക്ക് ആരോഗ്യമില്ലാത്ത ഭക്ഷണം തന്നെ കഴിക്കണം. ഈ മക്കൾക്കൊക്കെ തന്നെ ജങ്ക് ഫുഡ് മാത്രമാണ് നമ്മൾ കൊടുക്കുക. ജങ്ക് ഫുഡാ. കുട്ടികൾ ഭയങ്കര തടിയടിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലെയ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പാക്കറ്റിന്റെ വണ്ണം കണ്ടിട്ടില്ലേ? അത് പെൺകുട്ടികൾ ഈ സാധനം കഴിച്ചാൽ, ലെയ്സ് എന്ന് പറയുന്ന സാധനം കഴിച്ചാൽ അതുപോലെയാവും, തടി വെക്കും. തടി വെക്കുന്ന മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പെടും. ഒന്ന്, അവർക്ക് അമ്മയാവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോവും. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയില്ല, ഇതാരും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു അടുക്കള വേണം. ഇനി ഞാൻ നമ്മുടെ വീടിന്റെ 5ാമത്തെ മുറിയിലേക്ക് കിടക്കുക. 5ാമത്തെ മുറി അത് കിടപ്പറയാ. നമുക്കൊരു ബെഡ്റൂം ഉണ്ട്, കിടപ്പറയാണ്. അത് നമുക്ക് എന്തായിരിക്കണം? അത് നമുക്ക് ആശ്വാസം നൽകണം, ആനന്ദം നൽകണം. ആശ്വാസവും ആനന്ദവും നൽകുന്ന ഒരു കിടപ്പറ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ? ഞാന് കോഴിക്കോട് കുറ്റിച്ചിറയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. കല്യാണത്തിന്റെ തലേ ദിവസമാണ് പോയത്. അപ്പൊ കല്യാണത്തിന് പോയി, ആ തലേ ദിവസം ആയതുകൊണ്ട് അവിടെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, മണിയറ കാണണ്ടേ, മണിയറ കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോ എനിക്കും തോന്നി കൗതുകം. ഞാൻ അരീക്കോട്ടുകാരനാണ്, നമ്മൾക്ക് അവിടെ അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. അപ്പൊ അറ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പോയത്. അതൊരു 1-1.5 അറയാണ്. ഈ പുളിക്കല് സിയാങ്കണ്ടത്ത് അങ്ങനെ അറ ഒരുക്കണ്ടോലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു 1-1.5 അറ. എന്താണ്? ഒരു സ്റ്റേജ് പോലെ വലിപ്പമുള്ള, വലിയ സ്റ്റേജ് പോലെ വലിപ്പമുള്ള ഒരു ബെഡ് ഉണ്ട് അതിനകത്ത്. അതിലേത് റിമി ടോമിന്റെ ഗാനമേളയൊക്കെ നടത്താൻ പറ്റും, അത്ര വലിയൊരു കിടപ്പറയാണ്, അല്ലെങ്കിൽ ബെഡാണ്. പിന്നെ കുറെ അലമറകളുണ്ട്, പലതുണ്ട്. അപ്പോ എന്നോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ? കല്യാണത്തിന്റെ തലേന്നായി ചോദിക്കണത്. ഞാൻ പറഞ്ഞേ, കുറവുണ്ട് ഇതിനകത്ത്. എന്താ ഇതിനകത്തുള്ള കുറവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2 കസേരകൾ ഇതിനകത്ത് കുറവുണ്ട്. 2 കസേരകളുടെ കുറവുണ്ട് നമ്മുടെയൊക്കെ ബെഡ്റൂമിനകത്ത്. അതെന്താ? ഭാര്യക്കും ഭർത്താവിനും വന്ന് ഇരിക്കാനുള്ള, ജോലിയൊക്കെ കഴിഞ്ഞ് ഭാര്യ അടുക്കളയിൽ നിന്ന് വന്ന് ഇരിക്കാൻ ഒരു കസേര വേണം. അവൾ ഇരിക്കുന്നത്, അവൾ പറയുന്നത് കേൾക്കാൻ ഭർത്താവിന് ഇരിക്കാനുള്ള ഒരു കസേര വേണം. കിടപ്പ് മുറിയിൽ വേണ്ടത് 2 കസേരകളാ. അപ്പൊ എന്നോട് ഇവൻ്റെ ഒരു ചോദ്യം, കിടപ്പ് മുറിയിൽ കസേര ഉണ്ടാവുമോ? കിടപ്പ് മുറിയില് ബെഡല്ലേ വേണ്ടത്? അല്ല. ഇന്ന് നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം തന്നെ കുറവാ. നേരാവണ്ണം അവർക്ക് ഒരുമിച്ചിരുന്നൊന്ന് വർത്താനം പറയാൻ കഴിയുന്നുണ്ടോ? വർത്താനം പറയാൻ വേണ്ടിയിട്ട് ടൂർ പോവും അവര്. സ്വന്തം വീട്ടിൽ നിന്ന് വർത്താനം പറയാൻ കഴിയുന്നില്ല. അവിടെ അമ്മായിയമ്മ ഉണ്ടാവും, നാത്തൂന്മാരുണ്ടാവും, ഓല മുന്നിൽ നിന്ന് എന്ത് വർത്താനം പറയാനാ? ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് 3-4 മക്കളുണ്ടാവും, അത് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി, ഇവരടിയിൽ നിന്ന് എന്ത് വർത്താനം പറയാനാ? ഒന്ന് പ്രണയിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും അന്യോന്യം വർത്താനം പറഞ്ഞിട്ട് എത്ര കാലായി? ഇന്നെങ്കിലും കൊല്ലോളി കുടുംബ സംഗമത്തിന്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ളതിൽ ഞാൻ പറയാം, ഇന്നെങ്കിലും പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ആണുങ്ങളോടും പറയാണ്, ഇന്ന് വീട്ടിലെ കുടുംബത്തിലെ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് 2 കസേര കൊണ്ടുപോയിടുക. എന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് ഭർത്താവിൻ്റെ ഒരു ചോദ്യം, എന്താ അടി ആകെ മുഖമൊക്കെ ഒന്ന് കരുവാളിച്ചത്, എന്താ എനിക്ക് പറ്റിയത്? ഓള് മനസ്സിൽ കരുത്, ഇന്നെങ്കിലും നിങ്ങൾ ചോദിച്ചല്ലോ, ഇത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് എത്ര കൊല്ലായി എന്നറിയോ? ഇന്നെങ്കിലും നിങ്ങൾ അതൊന്ന് ചോദിച്ചല്ലോ.
അല്ല അല്ല മനുഷ്യ, നിങ്ങളെ കഥ എന്താണ്? നിങ്ങൾ ഇങ്ങനെ നായ്പാച്ചിൽ പായ്യ, നിങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യണ്ടേ? ഔ, എൻ്റെ ഭാര്യ ഇങ്ങനെ ഒന്ന് ചോദിച്ചല്ലോ. ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായിട്ട് നമ്മുടെ കിടപ്പറ, അതാണ് ആശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടേതായ ഒരു സ്വർഗം തീർക്കുന്ന ഇടമാണ് കിടപ്പറ. അതുപോലുമില്ല. ഭാര്യ കിടക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് ഭർത്താവിൻ്റെ ഒരു കൂർക്കമ്പലി ഉണ്ടാവും. ഏതോ മറ്റേ എന്താണ് കാഴ്ച ബംഗ്ലാവിലേക്കൊക്കെ പോയ മാതിരിയാ. അവിടെ ഉണ്ട് ഏതോ ഒരു മൃഗം മറ്റേ ഒച്ച മാതിരി ഭർത്താവിൻ്റെ ഒരു കൂർക്കമ്പലി. ഓൾ അങ്ങോട്ടും തിരിഞ്ഞിന്ന് ഓളും കൂർക്കം വലിച്ച് അങ്ങോട്ട് ഉറങ്ങും. ഇതിങ്ങനെ 10-20 കൊല്ലമായിട്ട് ഇങ്ങനെ തുടരുന്നു. പോരാ, മക്കള് കാണട്ടെ, മക്കള് കാണട്ടെ. വാപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രണയം മക്കള് കാണട്ടെ. അറിയോ നിങ്ങൾക്ക് അതെങ്ങനെയാ കാണുക? മക്കള് കുട്ടിയായിരിക്കണ സമയത്ത് തന്നെ വാപ്പയും ഉമ്മയും അവരുടെ മുമ്പിൽ എനിക്ക് ഏറ്റവും ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടവള് നീയാണ് എന്ന് ഭാര്യയോട് പറയാൻ ഭർത്താവിന് കഴിയണം. മക്കളുടെ മുമ്പ് തന്നെ ഭാര്യയെ കണ്ടമാനം ചീത്ത പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഓ, എന്നെയൊക്കെ കെട്ടിക്കൊണ്ടത് പോന്നല്ല ഞാന്. ഇതൊക്കെ എത്ര വട്ടം കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മക്കള് കൂടെ ഉണ്ടാകുമ്പോ കേട്ടാല് ഉമ്മനെ പറ്റിയ ഇത് പറയണ വാപ്പ. ഇനി വാപ്പ ഇല്ലാത്ത നേരത്ത് വാപ്പാനെ പറ്റിയുണ്ട് ഒരു വർത്താനം. എടി, എനിക്കൊക്കെ ഇതിനേക്കാളും വലിയ പുതിയാപ്പിള വന്നതാ. പക്ഷെ അന്നുണ്ടല്ല, തലയും പാലും ഇല്ലാത്ത കാലത്ത് ഞാൻ സമ്മതിച്ചതാ മൂപ്പരപ്പം പോന്നത്. എന്റെ ഗതികേട് ആരോടത് പറയണെന്നറിയോ? സ്വന്തം മക്കളോട്. വാപ്പക്കും ഉമ്മക്കും മക്കളുടെ മുമ്പിലുള്ള സ്ഥാനം എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാപ്പന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മയെ വാപ്പയൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കുക. ഒന്ന് ബഹുമാനിച്ചു നോക്കുക. ഈ അവിടെ ഇരിക്ക്, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ഈ അവിടെ ഇരിക്ക്, ഈ എത്ര പാച്ചിലാ പായിണ്, ഈ അവിടെ ഇരിക്ക്, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് ഒരു ഉമ്മയോട് ഒരു വാപ്പ പറഞ്ഞെങ്കില്, അല്ല ഫൈസല, എനിക്ക് ഇതിലെ പോവല്ലോ അല്ലേ കഴിഞ്ഞിട്ട്? നിങ്ങൾ ആണുങ്ങളിന്റെ മേലെ കൈ വെക്കൂല എന്നാ വിചാരിക്കുന്നത് അല്ലേ? അല്ല, ഇന്നത്തെ ചായ, ഇന്ന് ആകെ ഒരു ചായ ഉണ്ടാക്കണ പണിയുള്ളൂ. അതും പാലൊന്നും ഒഴിക്കണ്ട, ഒരു കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന ഒരു ഭർത്താവ്, അങ്ങനെയുള്ള ഒരു കുടുംബം, അത് മക്കള് കാണട്ടെ. മക്കളുടെ മുമ്പിൽ നായകൻ ആരാന്നറിയോ? ഹലോ, കേൾക്കുന്നുണ്ടത്? മക്കളുടെ മുമ്പിലെ നായകൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല. മക്കളുടെ നായകൻ സ്വന്തം വാപ്പയാണ്. ആ നായക സ്ഥാനം വാപ്പാക്ക് കിട്ടണമെങ്കിൽ വാപ്പാന്റെ കയ്യിൽ നിന്നുള്ള ഈ വില്ലത്തരം വാപ്പ ഒഴിവാക്കണം അല്ലേ? അതേപോലെ മക്കളോടുള്ള വാപ്പയുടെയും ഉമ്മയുടെയും പെരുമാറ്റത്തിലും വേണം. നമ്മുടെ ഹലോ, കേൾക്കുന്നുണ്ടോ? അതാ നിങ്ങൾക്ക് സമയം വൈകിയോ ഉണയിക്കാനുള്ള? സമയം വൈകിയോ നിങ്ങൾക്ക്? നിർത്തണമെങ്കിൽ നിർത്താം. അപ്പൊ ഞാൻ പറയട്ടെ, മക്കളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു കാണിക്കാൻ പറ്റണം. ഇല്ലെങ്കിലുള്ള അപകടം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എന്താണെന്നറിയോ? ഇത് കുപ്പായത്തിന്റെ 3-ാമത്തെ കൊടുക്ക്. നമ്മുടെയൊക്കെ കുപ്പായത്തിന്റെ 3-ാമത്തെ കൊടുക്കിന്റെ പിറകിൽ ഒരു തുടിക്കുന്ന സാധനമുണ്ട്. അത് നമ്മുടെ ഹൃദയമാണ്. അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വാപ്പാക്കും ഉമ്മാക്കും കഴിയണം. അല്ലേ, നമ്മളെ ഹൃദയം തുടിക്കുന്നത് മക്കള് കാണട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാ മക്കളെ ഞാൻ കഷ്ടപ്പെടുന്നത്. വാപ്പതൊന്നും പറയില്ല, മക്കളിതൊന്നും കാണൂല. എന്നാൽ വാപ്പ അത് മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ, നീ ഇന്ന് പഠിച്ച് ഈ നേതാവ് അല്ലെങ്കിൽ ഈ നിലയിലെത്തിയത് വാപ്പ വെയിൽ കൊണ്ടിട്ടാ. നമ്മൾ പറയാറില്ലേ, മക്കൾ ഇന്ന് ഏൽക്കുന്ന തണലുകള് വാപ്പയുടെ വെയിലാണ് എന്നുള്ളത് മക്കൾ ഓർക്കണം. ഇതൊന്നുമില്ല, നമുക്കിതൊന്നും ആലോചിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഒരു ഉമ്മയും മോളും, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു ഉമ്മയും മോളും PG കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞൊരു പെൺകുട്ടിയാ, കോഴിക്കോട് താമസിക്കുന്നു. ആ ഉമ്മക്ക് ഈ മോള് മാത്രമേ ഉള്ളൂ. ബാപ്പ മരിച്ചുപോയി. ഈ ഉമ്മ മകളെ അത്ര കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയത്. PGക്ക് പഠിച്ചു കഴിഞ്ഞു.
ഈ പെൺകുട്ടി തിരുവനന്തപുരത്തേക്ക് ഒരു ഇന്റർവ്യൂവിന് പോവാ. അപ്പൊ ഉമ്മക്ക് ആദിയായി, എങ്ങനെയാ ഒറ്റക്ക് പോവാ? മോള് പറഞ്ഞു, ഉമ്മ ഞാന് കോളേജിലൊക്കെ ഒറ്റക്കല്ലേ പോയത്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം തിരുവനന്തപുരത്തേക്ക്. ഈ മകള് അങ്ങനെ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഓരോ മിനിറ്റിലും ഉമ്മ വിളിച്ചു ചോദിക്കും, മോളെ എവിടെത്തി? ഞാൻ തിരൂരെത്തിമ്മ. കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ വീണ്ടും വിളിക്കും, മോളെ ഇപ്പൊ നീ എവിടെത്തി? ഞാൻ ഷൊർണൂരെത്തി. കുറച്ച് കഴിയുമ്പോൾ മകൾക്ക് ദേഷ്യം, ഉമ്മ ഞാൻ കൃത്യമായിട്ട് അവിടെ വൈകുന്നേരം അവിടെ എത്തും, അല്ല രാവിലെ അവിടെ എത്തും. രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് വൈകുന്നേരത്തെ വണ്ടിയിൽ തന്നെ തിരിച്ചു ഞാൻ പോരും, നിങ്ങൾ പേടിക്കണ്ട. എന്നാലും ഉമ്മക്ക് പേടിയ, ഒറ്റക്ക എൻ്റെ മോള് പോണത്. വലിയ കുട്ടിയാ, മുതിർന്ന കുട്ടിയാ, ഉമ്മയുടെ കഷ്ടപ്പാടൊക്കെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് തിരിച്ചു നേരം നേരത്ത് ഉമ്മ വീണ്ടും വിളിച്ചു, മോളെ നീ എവിടെയപ്പോ? ഞാൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കയറുക. വീണ്ടും ആ ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, എവിടെ എത്തി മോളെ? ഞാൻ കൊല്ലത്തെത്തി. ഉമ്മ ഒരു കാര്യം ചെയ്യേ, ഉമ്മ ഉറങ്ങിക്കോളി. രാവിലെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ വീട്ടിലെത്തിക്കോളാം. രാവിലെ ചായ കുടിക്കാനാവുമ്പോഴേക്ക് ഞാൻ വീട്ടിലെത്താം, ഉമ്മ ഉറങ്ങിക്കോളി. ഉമ്മക്ക് സമാധാനായി. ഉമ്മ ഉറങ്ങിപ്പോയി. രാവിലെ 8 മണിയായിട്ടും 9 മണിയായിട്ടും മോളെത്താത്തത് കൊണ്ട് ഉമ്മക്ക് ആദിയായി. ഉമ്മ വിളിച്ചു നോക്കി, മോളെ എവിടെയാ മോളെ എന്നുള്ളതൊക്കെ ഉമ്മ വിളിച്ചു നോക്കി. മോള് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഉമ്മക്ക് പേടിയായി, എന്ത് പറ്റി, എൻ്റെ മോളുടെ മൊബൈൽ ചാർജ് പോയതാണോ? ഉടനെ തന്നെ ആ മോളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചുപോയി. കോഴിക്കോട്ട് അങ്ങാടിയിലുള്ള അവിടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് മോള്? രാവിലെ അവരൊക്കെ പറഞ്ഞു ഞങ്ങളടുത്ത് എത്തിയിട്ടില്ല. 10 മണിയായി, 11 മണി, മോൾ എത്തിയില്ല. ഉമ്മ ബാക്കിയുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ചു. അവരൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോ അവിടുന്ന് അറിഞ്ഞു, കൃത്യം 6:30 മാവേലി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൾ ഇവിടെ പോയി. ഉച്ചക്കൊരു 12 മണിയായപ്പോ മോള് വിളിക്കുന്നു, ഉമ്മ ഞാൻ പോവാണ്. മോളെ നീ ആരുടെ കൂടെ പോവാണ്? ഞാൻ ട്രെയിനിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ഈ ട്രെയിനിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, ഞാൻ അയാളുടെ കൂടെ പോവാ. അതിശയോക്തി ഉണ്ടോ? അത് കേവലം 3-4 മണിക്കൂർ മാത്രം പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഈ പെൺകുട്ടി ഏതാ പോകുന്നു. 10-23 കൊല്ലം ഈ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ ഉമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടി നാട് വിട്ടുപോയി. ഇത് സംഭവിച്ച കാര്യമാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇറങ്ങിപ്പോക്കിന് കുട്ടികൾ തയ്യാറാവുന്നുണ്ട്. ആരും വലിയ നകളിക്കൊന്നും വേണ്ട, ഞങ്ങൾ കൊല്ലോളി കുടുംബക്കാരാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ പോകില്ല എന്നൊന്നും പറയണ്ട. ഇത് കുടുംബം നോക്കിയല്ല പോകുന്നത്. കുട്ടികൾ ഭ്രമിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യം കണ്ടിട്ട്, ഒരു വാട്സാപ്പിലെ മെസ്സേജ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു റീലില് പെർഫോമൻസ് കണ്ടിട്ട്, മൊബൈലിൽ റീൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൽ 4 പെർഫോമൻസ് ഒരു ഏതെങ്കിലും ഒരാളുടെ കണ്ടാൽ പിന്നെ അതിലേക്ക് കുട്ടികൾ പോവും. അയാൾ വിളിച്ചാൽ ഇറങ്ങിപ്പോവും. കുട്ടികളല്ല, തള്ളാര് തന്നെ പോവും. പിന്നെ കുട്ടികളെ മാത്രം പറയണോ? കുറ്റിപ്പുറം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനില് 3-4 തള്ളാരെ പിടിച്ച്, 3-4 മക്കളുള്ള തള്ളാര്. എന്തേ? മൊബൈലിലുള്ള ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട് വിളിച്ചു വെച്ച് കൊണ്ടുപോയതാ. ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇന്നലെ പോലും മൊബൈലില് ഒരു ആൺകുട്ടിയുടെ ഒരു ദയനീയമായ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. ഉമ്മ ഉപേക്ഷിച്ച ഒരു ആൺകുട്ടിയുടെ കഥയാ. എവിടേക്കാ ഉമ്മ ഉപേക്ഷിച്ചത്? ഉമ്മ ആരുടെയും കൂടെ പോയി. ഇത് നമ്മുടെ വീടുകളിലൊക്കെ പെൺകുട്ടികളും കുടുംബനാഥകളും ഒക്കെ തന്നെ ഇറങ്ങിപ്പോവാൻ തയ്യാറെടുക്കുക. പോവാതിരിക്കാൻ എന്തുണ്ട് മാർഗം? അതാ ഞാൻ പറയുന്നത്. പോവാതിരിക്കാനുള്ള മാർഗം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഹൃദയം കാണിച്ചു കൊടുക്കണം. അവരെ ഹൃദയത്തിൽ തൊട്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഹൃദയത്തിൽ തൊട്ട് മക്കളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കണം.
മക്കളുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അന്യായമാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് മക്കളെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു അവസ്ഥ നമ്മളും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ, ഇന്ന് വർദ്ധിച്ചു വരുന്ന മദ്യം, ലഹരി വസ്തുക്കൾ. ഇന്ന് മദ്യം അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ലഹരി ഉപയോഗം ആണും പെണ്ണും ഒക്കെ നിർബാധം തുടരുന്നു. എത്ര എത്ര വീഡിയോകളാണ് നമ്മൾ കാണുന്നത്. +2 പഠിക്കുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടത്. ആൺകുട്ടികളുടെ കാര്യം പറയണ്ട. ഇന്ന് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഈ പൊളിക്കലും പെരിയമ്പലും സിയാങ്കണ്ടവും ഒക്കെ ഐക്കരപ്പടിയിലൊക്കെ തന്നെ ഇത് നിർബാധം കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. കോളേജുകളിൽ എത്തിയാൽ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടി ബസ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ കോഴിക്കോട് മാവൂർ റോഡിലെ മഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഒരു പെൺകുട്ടി ബസ് ഇറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു. പിന്നീട് ഈ പെൺകുട്ടി തിരിച്ച് വൈകുന്നേരം ബസ് കയറുമ്പോൾ ഈ മൊബൈൽ ഫോണ് വാങ്ങാൻ ഇയാൾ തിരിച്ചും വരും. എന്തിനാണിത്? ഇതൊരു വലിയ റാക്ക് തന്നെ, ലഹരിയുടെ ഒരു റാക്കറ്റ് നഗരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ലാതെ കുട്ടികൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക, അവരുടെ ഇടയിൽ ഈ ലഹരിയുണ്ട്. ഇത് പെൺകുട്ടികൾ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിൽ ലഹരിയുടെ ഉപയോഗം സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ കാണാൻ നമുക്ക്, തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. രാവിലെ മോന് അലക്കാനിട്ട കുപ്പായുണ്ട്. മോൻ അലക്കാനിട്ടൊരു കുപ്പായം. ഈ കുപ്പായം കണ്ടിട്ട് ആ കുപ്പായത്തിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ അലക്കുകയല്ലേ, വെള്ളം നനക്കണതിന് മുമ്പ് ഉണ്ടോ നോക്കണ നേരത്താണ് ഉമ്മാക്ക് ഒരു ചെറിയൊരു സ്റ്റാമ്പ് കിട്ടുന്നത്. ഉമ്മക്ക് അറിഞ്ഞുകൂടത് എന്താന്നുള്ളത്. ഉമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ സ്റ്റാമ്പൊക്കെ മേടിച്ചാൽ അതൊക്കെ അയക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കണം. ഇത് കുപ്പായത്തിന്റെ കീശി തന്നെ വെച്ചാൽ അപകട. കുട്ടി അത് കണ്ട ഉടനെ തന്നെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഈ സ്റ്റാമ്പ് കുത്തിപ്പറിച്ച് വാങ്ങി. ഈ സ്റ്റാമ്പ് എന്താണെന്നറിയോ? ഇത് നാവിലങ്ങോട്ട് വെച്ചാല് പിന്നെ ഒരു അരമണിക്കൂർ നേരം, 1 മണിക്കൂർ നേരത്ത് കുട്ടി ഭൂമിയിലുമല്ല ആകാശത്തുമല്ല എന്നുള്ള സ്വർഗത്തിലാ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ഉച്ചക്ക് ഉറക്കം തൂങ്ങുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, സ്കൂളിൽ ഉറക്കം തൂങ്ങുന്ന കുട്ടികളെ കാണാം. ഉച്ചക്ക് ഉറപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഉറപ്പാണ് ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സർക്കാർ സ്കൂളിൽ 4-5 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോയപ്പോൾ അവിടുത്തെ അധ്യാപകർ പറഞ്ഞു, കുട്ടികൾക്കിടയിൽ വ്യാപകമായിട്ട് ഉപയോഗം ഉണ്ട് കേട്ടോ ലഹരി വസ്തുക്കൾ. ഞാൻ ഈ കുട്ടികൾ ഒന്നായിട്ടൊരു ഹാളിനകത്തേക്ക് കയറ്റി നിർത്തി. കുട്ടികളുടെ ബാഗൊക്കെ ക്ലാസ് റൂമിൽ തന്നെ. ഹാൾ അടക്കാൻ പറഞ്ഞു. ഹാൾ അടച്ചു. പുറത്തുനിന്ന് കുറ്റിയിടാൻ പറഞ്ഞു. എന്നിട്ട് അധ്യാപകരോട് പറഞ്ഞു, കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം. അധ്യാപകർ പരിശോധിച്ചപ്പോൾ ഒരു കീസിൽ നിറയെ കിട്ടിയത് ലഹരി വസ്തുക്കളാ. ഏറ്റവും സങ്കടകരമായ കാര്യം പെൺകുട്ടികളുടെ ബാഗിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. എന്തിനേറെ അതിനപ്പുറത്തുള്ള കാര്യം ഒരു പക്ഷെ ഇതുപോലുള്ള ഒരു കുടുംബ സദസ്സിൽ പറയാൻ പറ്റില്ല. പെൺകുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിന്ന് കിട്ടിയ സാധനത്തിന്റെ പേര് അതിവിടെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, ഇതൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല, എൻ്റെ കുടുംബത്തിലുണ്ടാവില്ല എന്നൊന്നും അഹങ്കാരം വെച്ച് പുലർത്തരുത്. ഏതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മകളുടെ +2 പഠിക്കുന്ന നിങ്ങളുടെ മകന്റെ, +2 അതിന്റെ മുകളിലും പഠിക്കുന്ന നിങ്ങളുടെ മകളുടെ മേശവലിപ്പ് തുറക്കാൻ ധൈര്യമുള്ള ഉമ്മമാരാരുണ്ട്? അത് തുറന്നാൽ നിങ്ങളൊരു വിവരം അറിയും. ആ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോവും. അവരുടെ പാഠപുസ്തകങ്ങളിൽ ഒന്ന് മറിച്ചു നോക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്? അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണ് അൺലോക്ക് ചെയ്ത് ആ മൊബൈൽ ഫോൺ ഒന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ എത്ര ഉപ്പമാർക്കും കഴിയും? ധൈര്യമില്ല.
അങ്ങനെ പരിശോധിച്ചാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വീട് വിട്ടിറങ്ങിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഭൂകമ്പങ്ങൾ വീട്ടിനകത്തില്ലാതിരിക്കാൻ എല്ലാം ഇറങ്ങിപ്പോയിട്ട് നമ്മൾ അറിയാം. പിന്നെ വിവാഹ മാർക്കറ്റും കൂടെ ശ്രദ്ധിക്കുക. വിവാഹ മാർക്കറ്റും കൂടെ ശ്രദ്ധിക്കുക. പെണ്ണിനെ കയറ്റി വിടുമ്പോൾ, പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോൾ ഒരു നിലക്കും പെണ്ണല്ലാത്ത ഒരു സ്ത്രീധനത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. എൻ്റെ പെണ്ണിനെ തരും, എൻ്റെ മോളെ തരും ഞങ്ങള്, അതിനപ്പുറത്തൊരു സ്ത്രീധനമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. കൊല്ലോളി കുടുംബത്തില് ഇനി നടക്കേണ്ട ഒരു വിപ്ലവം അതൊക്കെയാ. അല്ലെങ്കിൽ സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങള് ഈ കുടുംബത്തിൽ പ്രോത്സാഹിപ്പിക്കണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ആണുങ്ങള് ആണത്തം കാണിക്കണം. ആണുങ്ങൾ ആണത്തം കാണിക്കണം. ആണിന്റെ മഹത്വം എന്താണെന്നറിയോ? ആണിന്റെ മഹത്വം 100 പവൻ പൊന്ന് മേടിച്ചവനല്ല ആണ്. സ്ത്രീധനം തികച്ച് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുക വേണ്ടത് മെഹറായിട്ട്. എന്നിട്ട് പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആണുങ്ങൾ ഉണ്ടാവണം. അടുത്ത സംഗമത്തില്, നിങ്ങളിപ്പോ 2007 സംഗമം നടത്തി എന്ന് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന സംഗമം ഇതിൽ ജീവിച്ചിരിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ പറയാ ഞാനൊരു ആണാന്നുള്ളത് തെളിയിക്കണം. അപ്പോ അത്തരത്തിലുള്ള പ്രതിജ്ഞകള് ഇത്തരം സംഗമങ്ങളിൽ നിന്നുണ്ടാവണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതാണ്ട് 1.5 മണി സമയമായി. നിങ്ങൾക്കൊക്കെ തന്നെ വിശപ്പ് അതിൻ്റെ കാഠിന്യത്തിൽ എത്തി എന്നുള്ളത് എനിക്കറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ 10:45 നിങ്ങളുടെ ഈ പന്തലിൽ ഞാൻ എത്തിയതാണ്. 11 മണിക്ക് എത്തണമെന്ന് ഫൈസൽ പറഞ്ഞുകൊണ്ട് ഞാൻ 10:45 എത്തി. പക്ഷേ നമുക്കിത് സമയബന്ധിതമായി തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് സാധാരണ കുടുംബ സംഗമങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഏതായാലും ഈ വലിയൊരു കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുള്ള സമയങ്ങളിലൊക്കെ തന്നെ പരസ്പരം പരിചയപ്പെടുക. ഞാൻ 23 കൊല്ലമായിട്ടൊരു കുടുംബത്തിൻ്റെ സംഗമം നടത്തുന്ന ആളാണ്. 24-ാം തീയതി കഴിഞ്ഞ ഈ ഡിസംബർ 24 23ാമത്തെ സംഗമം ഞങ്ങളുടേത്. ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ്, ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നല്ലൊരു മഴയുള്ള ദിവസം ഇവൻ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന്, അരീക്കോട് ഓറിയന്റൽ ഹൈസ്കൂളിൽ നിന്ന്, നല്ല മഴയുള്ള ദിവസം നനഞ്ഞൊലിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചോടാ, നീ കൊട കൊണ്ടുപോയില്ലേ? നീ കൊട കൊണ്ടുപോയതല്ല, എവിടെ പോയി നിന്റെ കൊട? അവൻ പറഞ്ഞൊരു മറുപടി. അവന്റെ മറുപടി 2006 അവന്റെ SLC പരീക്ഷ. അവൻ പറഞ്ഞൊരു മറുപടി, ഉപ്പ നമ്മളെ കുടുംബ സംഗമത്തിന് വരുന്നൊരു പെൺകുട്ടിയില്ലേ, നമ്മളെ കുടുംബ സംഗമത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി, എൻ്റെ അമ്മായിന്റെ മകന്റെ കുട്ടിയാ. ഓളെ കയ്യിൽ കൊടല്ല. ഈ മഴയത്ത് ഓളിങ്ങനെ നിൽക്കണുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൊട ഓൾക്ക് കൊടുത്തു. ഇതിന്റെ മോൻ പറഞ്ഞപ്പോഴ് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ കുടുംബ സംഗമം കൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് ഇത് തന്നെയാ. സ്വന്തം ചോര തിരിച്ചറിയുക. അങ്ങ് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്ത് പോകുമ്പോൾ ഒരു കുടുംബ ബന്ധു ആ റോഡരികിൽ ഉണ്ടാകുമ്പോ അവിടെ നിന്ന് കാറ് നിർത്തി, ബൈക്ക് നിർത്തി, എവിടുക്കാ കാക്ക പോരി, വണ്ടിയിൽ എത്തിച്ചു തരാം എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു കുടുംബ അംഗമാവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ തന്നെ ഈ കുടുംബ ബന്ധത്തിന്റെ, ഈ കുടുംബ സംഗമത്തിന്റെ വിജയമായി ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.